ലച്ചു ഫോൺ നോക്കിയിരിക്കാണ്ട് പോയി റെഡി ആയോ? അച്ഛനെ കൊണ്ടുവരാൻ പോണ്ടേ? ചെല്ല്, വേഗം ചെല്ല്. അമ്മ റെഡിയാ, അച്ഛനെ കൊണ്ടുവരാൻ പോണ്ടേ? അവരൊക്കെ റെഡിയായി. വാ മോനെ, ഏതാ ഡ്രസ് ഇടണം? പുതിയ ഡ്രസ് ഇടാല്ലേ? അമ്മ സാരി എടുക്കാല്ലേ? വാ ലച്ചു, റെഡി ആയില്ലേ ലച്ചു? ഒരു 5 മിനിറ്റ് ഇടി, ഇപ്പൊ റെഡി ആവട്ടാ. റെഡി ആയി ലച്ചു? ലച്ചു വായോ, സമയേ, വേഗം വാ. റെഡി ആയില്ലേ? വാ പോവാം. വാ, നീ റെഡിയായി. ഞാൻ വാലടച്ചിട്ട് വരാം. നീ എവിടേക്കാ? നീ വന്നാ ശരിയാവില്ല. മോള് വന്നാ മതി. ചേട്ടൻ വരുമ്പോ ഫുഡൊക്കെ വെക്കണ്ടേ? അവിടെ ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ വാങ്ങിച്ചു വെക്കും. അവൻ വരുമ്പോഴേക്കും വെക്കാനല്ലേ? അവൻ വിശന്നിട്ടല്ലേ വരാ. നീ അത് ആലോചിക്കാണ്ട് ഓടിപ്പടിഞ്ഞ് വരാ. അത് വെച്ച് വെക്കുക അവിടെ. ഞങ്ങൾ എപ്പോഴേക്കും വരാം. ഞങ്ങൾ എത്തുമ്പോഴേക്കും എന്തായാലും ഉച്ചയാവും. അപ്പൊ അവൻ വിശന്ന് വരുമ്പോ ഫുഡൊന്നും കൊടുക്കാണ്ട് നിനക്ക് വെറുതെ അവനെ കണ്ടാൽ മതിയാ? വിശന്ന് വരുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നൊന്നുമില്ലേ? ഞങ്ങൾ പോയിട്ട് വരാം. നീ എവിടെ ഇരിക്കും? കുഴപ്പമില്ല, ഫുഡ് റെഡി ആക്കാം. ഹലോ അമ്മ. മോളെ പറയ്, എന്തായി? അവൻ എത്തിയോ? ചേട്ടൻ എത്തിണ്ടാവും. ഇവിടുന്ന് അമ്മയും സൂര്യൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ മോള് പോയില്ലേ? ഇല്ല അമ്മ, ഞാൻ പോവാൻ വേണ്ടി റെഡി ആയതായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു എന്നോട് കൂടെ കറിയും കാര്യങ്ങളൊക്കെ വെക്കാൻ പറഞ്ഞു. അയ്യോ, എന്ന് തന്നെയാലോ പണി അവൾക്ക്. എത്ര പ്രാവശ്യമായി അവള് പോണ്. ഇത്ര നാളായിട്ടും നിന്നെ ഒന്ന് എയർപോർട്ട് വരെ പോയി അവനെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല അല്ലേ? ശരി അമ്മ, ഞാൻ പിന്നെ വിളിക്കാം. കരയില്ല മോളെ. അച്ഛനക്ക് എന്നിട്ട് കൊണ്ടുവന്നല്ലേ? അച്ഛമ്മ പറഞ്ഞൊക്കെ കൊണ്ടുന്നുണ്ട്. സാധനം ഇനിയും കുറെ സാധനങ്ങൾ കൊണ്ടുന്നുണ്ട്. എടാ അമ്മ കാണാനില്ല. അമ്മ അടുക്കളയിലുണ്ട്. ഞാൻ പോയി നോക്കിട്ട് വരാം. എന്താ നീ കഴിഞ്ഞപ്പോ എനിക്കിവിടെ പണികളുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നെ പ്രതീക്ഷിച്ചിരുന്നത്. വായോ, നമുക്ക് പെട്ടി പൊളിച്ചിട്ട് വരാം. ഞാനില്ലേ ചേട്ടൻ വിളിച്ചോ? അവിടെ സൂര്യക്കില്ലേ, അമ്മയില്ലേ? വായോ, മാലയൊക്കെ മേടിച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടിയൊക്കെ പൊളിച്ചിട്ട് വരാം. ഇത് പിന്നെ ചെയ്യാം, നമുക്ക് തിരക്കൊന്നും ഇല്ലല്ലോ. ചിലപ്പോ ചീത്ത പറയാൻ ഭക്ഷണം റെഡി ആയില്ലേ? അത് കുഴപ്പമില്ല. വായോ. എനിക്ക് പോണ്ടതാ, വേഗം വാ. ലച്ചു, ഇന്ന് ചോക്ലേറ്റ്. ഹായ്, നല്ല ചോക്ലേറ്റ്. നീ മറന്ന ഞാൻ നോക്കട്ടെ. ഹായ് ഫോൺ. ലച്ചോ, അമ്മ ഇതേ അമ്മക്ക് ഫോൺ കൊണ്ടുവന്നുണ്ട്. അതേ വേറെ മിഠായി. ഇത് എന്റെ മോൾക്ക് കൊടുക്കാം. പൗഡർ, എന്റെ വീട്ടിലെ പൗഡർ കഴിഞ്ഞിട്ട് ഞാൻ എടുക്കണ്ടേ? ക്രീം ഞാൻ എടുക്കട്ടെ? ക്രീമും പൊന്നു ചോക്കിണ്ടായിരുന്നു. നിവിയുടെ ക്രീം തന്നെ ചോക്കിണ്ടായിരുന്നത്. നീ ഇങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞു മേടിച്ചേ? മാമന്റെ മോൾക്ക് നല്ല പറഞ്ഞു തന്നെ മാമൻ മേടിച്ചോണ്ടു. യൂസ് സ്പ്രേ, 2 സ്പ്രേ ഉണ്ട്. ഇതിൽ ഏതാ നല്ലത്? ഇത് മതി, ഇത് ഞാൻ എടുക്കാണേ. വേണ സ്പ്രേ? ഒരെണ്ണം എടുക്കാം. ഇതെന്താടാ, സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട്? അതേ ഹായ് മാല. ഇതെങ്ങനെയുണ്ട് അമ്മ? സൂപ്പറായി. ഹായ്, നല്ല മാല. അതാ ഓൾക്ക് എന്താണ്? ഒന്നുമില്ല. ഹായ്, നല്ല പതിപ്പ്. നിനക്ക് വേണോ ഇത്? വേണ്ട, എനിക്ക് നല്ല തണവായതുകൊണ്ടേ കട്ടിയുള്ള പതിപ്പ് ആവശ്യമാണ്. എന്നും കയ്യും കാലും തരിപ്പാ വൈകുന്നേരം. ഇതാവുമ്പോ പിന്നെ ഉപകാരമാവില്ല, തരിപ്പ് മാറി കിട്ടും. എല്ലാം അറിഞ്ഞ് വാങ്ങിച്ചു വന്നിട്ടുണ്ട്. സോപ്പ്, പൗഡർ, ക്രീം എല്ലാതും ഉണ്ട്. മാലയുടെ ടിപ്പെടുക്കാം. ഇതെന്താ
അതെന്റെ ഗ്ലാസ്. ഗ്ലാസ് ഇതില് ഗ്ലാസ് ഇല്ലല്ലോ. അതെവിടെ? എനിക്ക് ബൈക്കുമ്പോ പോകുമ്പോഴേ കരട് അടിച്ചിട്ട് ആ ഗ്ലാസ് എനിക്ക് തരോ? ലച്ചു, അച്ഛന്റെ കൂളിംഗ് ഗ്ലാസ് ആന്റിക്ക് കൊടുക്ക. ശരി, ഞാൻ പോട്ടെ എന്നാ. എനിക്ക് വീട്ടിൽ പോണം. ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോവാ. ഭക്ഷണം കഴിച്ചിട്ട് പോവുള്ളൂ. ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് വേഗം ഇറങ്ങണേ. വണ്ടിയിൽ ഇതൊക്കെ കൊള്ളാമോ? ബൈക്കിന്റെ ഉള്ളിൽ തിരികെ വെക്കാം. ആന്റി എന്താ മോളെ? ഇതൊക്കെ എന്തായാലും കൊണ്ടുപോയതല്ലേ, ഇതും കൂടെ കൊണ്ടൊക്കോ. അതെന്തായാലും നന്നായി. ബാഗില്ലാണ്ട് ഇത് ഞാൻ എങ്ങനെ വണ്ടിയിൽ തിരികെ വെക്കുന്നു വിചാരിച്ചിരിക്കായിരുന്നു. എല്ലാ മോള് അച്ഛന്റെ മോള് തന്നെ എല്ലാം ആന്റിക്ക് തരാൻ നല്ല ഇഷ്ടം. നീ വിഷമിക്കണ്ട, ഞാനേ നിന്റെ വീട്ടിലേക്ക് കൊറിയർ അയക്കാം. അത് നല്ലത്. ഇവിടെ വന്നൊന്നും കിട്ടില്ല.